ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. അതേസമയം വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, നല്ല സ്വാദുമാണ് കഴിക്കാൻ. സാധാരണ നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് പഴുത്തു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു റെസിപ്പിയാണത്. ഒരുപാട് പഴുത്ത പഴമാണ് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ആവശ്യം. ഉണ്ണിയപ്പത്തിൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിനെ നേന്ത്രപ്പഴം ഉണ്ണിയപ്പം എന്നും പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തിനാ പഴം വേവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഉണ്ണിയപ്പത്തിൽ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പച്ച മണമൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. അതില്ലാതെയും വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. പക്ഷേ എനിക്ക് വേവിച്ചെടുക്കണതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നാറുള്ളത്. നേന്ത്രപ്പഴം നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇടുകയാണ്. നല്ല പഴുത്ത പഴം വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർക്കുകയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഇടിയപ്പപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കൊഴക്കട്ട മാവോ എന്താണ് അവൈലബിൾ അതിടാം. പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയാണ്. ഇതിൽ കല്ലും മണ്ണൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അലിയിച്ച് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇടണം. ഇതിലേക്ക് ഉപ്പിടാം. അധികം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കണം. ഞാൻ അത് അരച്ചു വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങയും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കണ കൂട്ടത്തിലിടാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കണില്ല. പിന്നെ നമ്മുടെ ചാനലിൽ 2 മാസം മുമ്പ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഉണ്ണിയപ്പത്തിൽ ഞാൻ സോഫ്റ്റ് ആവാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. കുറേ പേര് ആ വീഡിയോ കണ്ട് ഉണ്ടാക്കി എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻസ്റ്റൻ്റായി ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് പഴുത്ത് പോവുകയാണെങ്കിൽ ഇതേപോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാവ് ഒഴിക്കണതിന് മുമ്പ് എണ്ണയുടെ ചൂട് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നല്ല ചൂടിൽ കൊണ്ടുപോയിട്ട് മാവ് ഒഴിക്കാനും പാടില്ല. അതേസമയം നല്ല തീരെ ചൂട് കുറവാവാനും പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. ഒരുപാട് ചൂടിൽ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പുറമേ മാത്രം നല്ല ഡാർക്കാവും, അകത്തൊന്നും വേവില്ല. അതേസമയം എണ്ണയുടെ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറിൽ മാവ് ഒഴിച്ചില്ലെങ്കിൽ നല്ലോണം അപ്പം എണ്ണ കുടിക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കുഴിയിലായിട്ട് നമുക്ക് ഒഴിക്കാം. ഈ നടുക്കുള്ളത് എപ്പോഴും പെട്ടെന്നാവും. കാരണം ഡയറക്റ്റായിട്ട് ഫ്ലെയിം അതിൽ തട്ടുകയല്ലേ. ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരു കാര്യം, ഇത് ഉണ്ടാക്കിയ ദിവസം തന്നെ മാക്സിമം അത് കഴിക്കുക. ബാക്കി വല്ലതും വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അടുത്ത ദിവസത്തേക്ക് കഴിക്കാം. അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കണത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇത് ചെയ്യാനായിട്ട് അപ്പക്കാരം വേണമെന്നില്ല. സാധാരണ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതാവുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമ്മളിതിൽ നേന്ത്രപ്പഴം ചേർത്ത കാരണം ഏകദേശം ഒരു പഴംപൊരിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം അത് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.